ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്തിയതാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ ഗ്ലോബൽ ടെൻഷൻസ് സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. വളരെ വളരെ രൂക്ഷമാണ്. നമ്മുടെ പ്രൈസസിലോ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലോ ഒന്നും അധികം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ വളരെ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽസ് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കാതിരിക്കുന്നതെന്നുള്ളത്. വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയ്ക്ക് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഐ എം പ്ലാനിങ് ബിഗ് എന്ന് പറഞ്ഞിട്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അറിയില്ല. ആ ഒരു ഹിൻഡ് കാരണം യു എസ് മാർക്കറ്റ് അത്യാവശ്യം ഇന്നലെ വല്ലാത്തൊരു ഫോളിൽ പോയി. റിക്കവറി മോഡിലാണ് കറൻ്റ്ലി ആണെങ്കിൽ പോലും ആ ഒരു വേർഡ്സ്, ട്രംപിൻ്റെ വേർഡ്സ് അത്ര നല്ലൊരു സംഭവമല്ല. ട്രംപിൻ്റെ സിറ്റുവേഷൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവം യു എസ് മാർക്കറ്റിലുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ രാവിലെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ബഫറിങ് ഏരിയയ്ക്ക്, അതായത് ഇന്നലത്തെ ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലൊക്കെ നമ്മൾ വീണ്ടും വീക്കാവും. ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്നല്ല, ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലേക്ക് പോവുകയോ അങ്ങനെയൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു പൊസിഷനും ഞാൻ പുതിയത് എടുത്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിതറിയാം. നമ്മുടെ ഒരു വാർ എന്നുള്ളൊരു സംഭവം നിൽക്കുമ്പോൾ അതുള്ള കാലത്ത് ഫണ്ട് ഡിപ്ലോയ് ചെയ്യേണ്ട എന്നുള്ള എൻ്റെ പേഴ്സണൽ ഡിസിഷനുണ്ട്. സോ ആ ഒരു പേഴ്സണൽ ഡിസിഷൻ കാരണം ഞാൻ ഇടയ്ക്ക് പൊസിഷൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്നതെല്ലാം ഞാൻ ഒഴിവാക്കി. ചിലപ്പോൾ ചെറിയൊരു നഷ്ടത്തിലും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രോഫിറ്റ് ഇപ്പോൾ 10% മേളിൽ കണ്ട സ്റ്റോക്കിന് 5% കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ലാഭം കുറച്ച് കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഫണ്ട് പ്ലസ്സിൽ തന്നെ എനിക്ക് ഒഴിവാക്കിയിട്ട് വെറുതെ നിൽക്കാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ഫോള് വരുന്നു. ഈ ഒരു ഗ്യാപ്പ് ഡൗണൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഈ ഒരു ഫോള് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഡൗണിനൊക്കെ റിസ്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് അടുത്ത് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് കേട്ടോ. പിന്നീട് ഇത് റിക്കവർ ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇവിടെ നിന്നിട്ട് താഴേക്കായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് അപ്പ് പോലെ ഇതുപോലൊരു ഗ്യാപ്പ് ഡൗൺ വളരെ, നമ്മൾ ഗ്യാപ്പ് അപ്പിനെ നമുക്ക് മനസ്സിൽ വലുതായിട്ട് ഫീൽ ചെയ്യാറില്ല, പക്ഷേ ഗ്യാപ്പ് ഡൗൺ വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ റിക്കവർ ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ ഓക്കെ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മാർക്കറ്റ് ഇന്നിപ്പോൾ കാണിക്കുന്നത് ഫ്ലാറ്റാണ്. 24,800 അടുത്താണ് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അതായത് ക്യാൻഡിലോ മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 25,000 മേളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡറിനാണെങ്കിലും അത് സ്ലൈറ്റ്ലി ബുള്ളിഷായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പൊസിഷൻസ് നമുക്ക് കംപ്ലീറ്റ്ലി സ്വിങ് പൊസിഷൻസ് കയ്യിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ പൊസിഷൻസ് കയ്യിൽ നിന്ന് പാർഷ്യലി എക്സിറ്റ് ചെയ്യണമെങ്കിൽ 720 താഴെ നമ്മൾ വരുവാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 20 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ 10 ക്വാണ്ടിറ്റി നിങ്ങൾ ലാഭത്തിലാണെങ്കിലോ നഷ്ടത്തിലാണെങ്കിലോ കൊടുത്തൊഴിവാക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഇറാനോട് സറണ്ടർ ആവാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാനുള്ള ഒരു സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ അറഗൻ്റായിട്ടും വളരെ അഡമൻ്റായിട്ടും നിൽക്കുന്ന രണ്ട് പേരുടെ ഇടയിലാണ് ആ ഒരു യുദ്ധം നടക്കുന്നത്. സോ ദാറ്റ് അത് ആ ഒരു DNA-യിലുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. സോറി, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അത് പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഓക്കെ ആവുന്ന സാധനമല്ല. സൗണ്ട് എന്നാലും ഒരുവിധം ഓക്കെ ആയിരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു വീക്ക്നെസ് വരും. എന്നാലും ഒരു 720 വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 720 to 600 മൂവ് ഉണ്ട്. 600 to 440 മൂവ് കിടപ്പുണ്ട്. മേളിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് റിക്കവർ ചെയ്ത് കയറി പോവുകയാണെങ്കിൽ 25,000 മേളിൽ 25,100 വരെ ഉണ്ട്, 240 വരെ ഉണ്ട് എന്നുള്ളത് അവിടെ ഞാൻ പറയട്ടെ. മേളിൽ 440 വരെ നമുക്ക് 3 ലെവൽസ് അവിടെ കിടപ്പുണ്ട്. ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. വേറെ സ്വിങ് പൊസിഷൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പൊസിഷൻ കട്ട് ചെയ്ത് പോവുക, കുറച്ചായിട്ട് കട്ട് ചെയ്ത് പോവുക.
വേ വേറൊന്നും അതിനകത്ത് പ്രത്യേകിച്ചില്ല. പുതിയ സ്റ്റോക്സ് ഒന്നും പറയുന്നില്ല. നമ്മൾ ഈ ബാൻഡിൻ്റെ താഴത്തെ എൻഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പൊസിഷൻ വരട്ടെ, മാർക്കറ്റിലെ ഈ ഒരു അരക്ഷിതാവസ്ഥ മാറിയിട്ട് നമുക്കതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫ്ലാറ്റാണ് എന്നുണ്ടെങ്കിലും എല്ലാവരുടെ ഉള്ളിലും പേടിയുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോ പുതിയ പൊസിഷൻ എടുത്ത് ട്രാപ്പ് ആവാൻ നിൽക്കേണ്ട. ഇരിക്കുന്ന പൊസിഷൻ എന്താണോ വൈസായിട്ട് തീരുമാനിക്കാനുള്ളത് അങ്ങനെ ഡിസിഷൻ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വേറെ ഇപ്പോൾ ഇൻട്രാഡേ ലെവൽസ് പറഞ്ഞു, സ്വിംഗ് ലെവൽസ് പറഞ്ഞു. സ്വിംഗ് ഓക്കെയാണ്. ലോങ് ടേം ഡെഫിനറ്റ്ലി യു കീപ്പ് ഓൾ ദ സ്റ്റോക്സ് ഇഫ് ദേ ആർ ഫണ്ടമെൻ്റലി ഗുഡ്, ഓർ എൽസ് യു ജസ്റ്റ് സെൽ ഓഫ്. അതിൽ വേറെ ഒരു തർക്കവുമില്ല. ലോങ് ടേമിലാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ കയ്യിലിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ലിറ്ററലി നമ്മൾ സ്ക്രീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ലോങ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട്, നമ്മുടെ അസറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അസറ്റ് ഒരിക്കലും ഡിമിനിഷിങ് ആവരുത് എന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ അവിടെ യൂസ് ചെയ്യുക. പിന്നീട് ഒരു ദിവസം അതിനെക്കുറിച്ച് കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാം. കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക്കിലേക്ക് എത്താൻ കണക്കിനുള്ള, ഇപ്പോൾ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള രീതിക്കുള്ള കുറച്ച് കോണ്ടൻറ്റ്സ് അവിടെ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കാണുന്ന കോണ്ടൻ്റ് ആയതുകൊണ്ട് അതെങ്ങനെ നമുക്ക് വ്യത്യസ്തമാക്കാം, ഒരാൾക്ക് ആ വീഡിയോ കാണുമ്പോൾ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്ന രീതിക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ്. സോ അതിന് പേഴ്സണലൈസേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു ടോപ്പിക്കിനെ പേഴ്സണലൈസേഷൻ എന്നുള്ളത് വെറുതെ എയിലിട്ടിട്ട് പേഴ്സണലൈസേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ആസ് എ റിയൽ ട്രേഡർ മനസ്സിൽ എന്ത് തോന്നുന്നു അത് തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.